ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു സൗഹൃദ മത്സരം ക്ലബ്ബ് കളിച്ചിരുന്നു. ചെന്നൈയിൻ FC പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. കോൾഡോ ഒബിയേറ്റ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 9-ാം നമ്പർ ജേഴ്സിയാണ് അണിയുന്നത് എന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും പുതിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ നാടിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. വലിയ ഒരു വേദനയോട് കൂടിയാണ് താനിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ജനുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പിതാവിൻ്റെ വിയോഗത്താലുള്ള ആ ഒരു വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും തനിക്ക് ആ ഒരു വേദനയുണ്ട് എന്നാണ് ഇപ്പോൾ കോൾഡോ ഒബിയേറ്റ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ നാടിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വടക്കൻ സ്പെയിനിലെ സ്വയംഭരണ സമൂഹമാണ് ഞങ്ങളുടേത്. സ്വന്തം ഭാഷയും സംസ്കാരവുമുള്ള സമൂഹം. സ്പെയിനിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഞങ്ങളുടെ ജീവിതം. എൻ്റെ കുടുംബം അവിടെയാണ്. പിതാവിൻ്റെ വിയോഗം അത് ജനുവരിയിലായിരുന്നു. അതിൻ്റെ വേദന എനിക്കിപ്പോഴുമുണ്ട്. ആ ഒരു വേദനയോട് കൂടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. കുടുംബവും സുഹൃത്തുക്കളും എനിക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അവരാണ് ഇന്ത്യയിലേക്ക് വരാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചവർ. ബാസ്ക് കൺട്രിയിൽ നിന്ന്, പ്രത്യേകിച്ച് സ്വന്തം നാടായ ഗെർണിക്കയിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഞാൻ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഇതാണ് കോൾഡോ ഒബിയേറ്റ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയ പ്രതീക്ഷകളാണ് ഇദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉള്ളത്. കാരണം കഴിഞ്ഞ സീസണിൽ മോശമല്ലാത്ത രൂപത്തിൽ ഗോളടിച്ചു കൂട്ടിയ താരമാണ് ജീസസ് ജിമിനസ്. പക്ഷേ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ആരാധകരുടെ പ്രതീക്ഷകൾ കാത്ത ഒരു താരമായിരുന്നു ജീസസ് ജിമിനസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിടവ് നികത്തുക എന്ന ഒരു ചുമതലയാണ് ഇപ്പോൾ കോൾഡോക്കുള്ളത്. അത് ഈ താരം നികത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.